and study your lessons. മോനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവിടെങ്ങും അല്ലായിരിക്കും. മോന വഴക്ക് പറഞ്ഞത് എന്തിനാണോ ചോദിച്ചത്. വല്ലാത്ത സ്വഭാവം തന്നെയത്. നീ പൊയ്ക്കോ, എനിക്ക് അല്പം എഴുതാനുണ്ട്. നിയമവും ചട്ടം ഇവിടെ ഇതാ ഗതിയെങ്കിൽ ഓഫീസിൽ എന്തായിരിക്കും? എന്തിനാ മോൻ കരയുന്നത്? എന്ത് പറഞ്ഞു ചെന്നാലും അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു വിടും. എന്റെ മോൻ നന്നാകാനല്ലേ? അല്ല, എന്റെ മോൻ നല്ല കുട്ടിയാണ്. അടിച്ചു പഠിച്ച് അച്ഛനേക്കാൾ വലിയവനാകാനല്ലേ അച്ഛൻ വഴക്ക് പറയുന്നത്? അച്ഛന് മോന് എന്ത് ഇഷ്ടമാണെന്നോ? എന്റെ മോൻ സ്കൂൾ ലീഡർ ആവും. നോക്കിക്കോ, മിട്ടുക്ക കുട്ടി. മോന് മിഠായി എന്റെ കൊച്ചമ്മേ, സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയാണെന്നറിയോ? എന്നെ നോക്കിയാട്ടെ. കൈമളിന്റെ കണക്കുകളൊന്നും കൃത്യമല്ലേ? എന്നോട് വേണ്ട, മോനോടെങ്കിലും അല്പം കൂടി സ്നേഹമായിട്ട് പെരുമാറേ. പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞോളൂ. തുടങ്ങി ഓഫീസ് മോഡൽ. പറമോളെ, പറയൂ. അവൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ലാളിക്കേണ്ടത് നമ്മളല്ലേ? ക്ലാസ്സിന് ലീഡറായ വിവരം പറയാൻ തുള്ളിച്ചാടി വന്നതല്ലേ അവൻ. അവൻ അഭിനന്ദിക്കണ്ടേ? വേണം, ഒന്നും കൂടുതലാവരുത്. തീരെ കുഞ്ഞല്ലവൻ. ഈ സ്റ്റഡിയിങ് ഇൻ ദ 4th സ്റ്റാൻഡേർഡ്. സ്നേഹിക്കണം, പക്ഷെ അത് മാത്രമായാൽ പോരാ. അങ്ങനെ ആയാൽ അവൻ വഷളാകും. എന്റെ സ്നേഹം എന്റെ മനസ്സിലുണ്ട്. ശാസിച്ച് വളർത്തണം, എങ്കിലേ ഡിസിപ്ലിൻ ഉണ്ടാകൂ. തുടങ്ങി തത്വശാസ്ത്രങ്ങൾ. നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടി മോളെ. അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തുന്നുണ്ടോ? അവന്റെ പഠനത്തിനും ഭാവിക്കും വേണ്ടി ഇൻഷുറൻസും ബാങ്ക് ഡിപ്പോസിറ്റും അവന്റെ പേരിൽ തന്നെ ഇല്ലേ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് വെറുതെ ഇരിക്കൂ, ഞാൻ ഈ വളർന്നു നോക്കിക്കോട്ടെ. തള്ളയായി ഉള്ള സ്വർണവും തൂക്കിക്കൊണ്ട് നടക്കുന്നു. ഓ പിന്നെ ഇത് ഷോക്കേസ് വെച്ച് കാണാനാണോ? ഇങ്ങോട്ട് പറയും. അസസ്മെന്റ് എന്തായി? സാർ, അയാളൊരു സബ് ഇൻസ്പെക്ടറാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ അയാൾക്ക് വേണ്ടി പ്രത്യേക റൂൾസ് ഉള്ള സർക്കുലറില്ല. Then what? Proceed against it. Yes, sir. Yes, Verma here. ചേട്ടനാണോ? എന്താ ശൈല വിശേഷം? വിശേഷിച്ചൊന്നുമില്ല.
എന്താ ഇദ്ദേഹം ഇവരോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത്? പാവം കൊച്ചമ്മ. സാർ, ആ കാണുന്ന 4ാമത്തെ വീടാ. ഇവിടെ ആരുമില്ലേ? ഇൻസ്പെക്ടർ മിസ്റ്റർ പ്രതാപൻ ഇവിടെ ഇല്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞ് വരും. ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരികയാണ്. ഈ വീടൊക്കെ ഒന്ന് പരിശോധിക്കണം. ചേട്ടൻ വരാതെ പറ്റില്ല. ഓഹോ, അപ്പോ ഈ റൂംസ് ഒക്കെ ഒന്ന് സീൽ ചെയ്തേക്കൂ. യെസ് സാർ. ഇതെടുത്ത് ഉടയ്ക്കൂ. അവിടെ ഇടൂ. ഗോൾഡ് ബിസ്ക്കറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം മിസ്റ്റർ പ്രതാപൻ. വാട്ട്സ് ദ മാറ്റർ? സാറ് എന്നെ രക്ഷിക്കണം. നിയമാനുസൃതമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം ലഭിക്കും. നമ്മളിരുവരും ഗവൺമെന്റ് ഓഫീസേഴ്സില്ലേ? അതുകൊണ്ട് ചില ചില്ലറ വിട്ടുവീഴ്ചകളൊക്കെ. ഇക്കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ കാല് പിടിച്ച് പറയാണ് സാർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം സാർ. എന്താ, നിങ്ങൾ എനിക്ക് വിലപേശുകയാണോ? സാർ, സാർ ഒരിക്കലും അങ്ങനെ കരുതരുത്. സാറിനെ കൈവിട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഈ കേസിൽ നിങ്ങൾ എന്നിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. ശരി, ഐ എം സോറി സാർ. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. ഓക്കെ, കാണാം. നല്ല ഉത്തരം ചെറുക്കാം. രാജകുമാരിയല്ലേ ഇങ്ങോട്ട് ഇറങ്ങാണ്ട് എന്താ ഇത്? ഒന്ന് മാറിയിരുന്നേ. അവർ ഉപദ്രവിക്കരുത്. ഇല്ല, പൂജിക്കാം. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നത്. ഞാൻ വണ്ടി നോക്കി നിർത്തിയിട്ട് വരാം. ശരി.
പോവാണെന്ന്. എന്റെ ശ്വാസം ഇപ്പോഴും നേരെയായിട്ടില്ല. കൈമൾ മിടുക്കനാ. അതവന്റെ ഡ്യൂട്ടിയാ. ചേട്ടനും കൂടി വരാൻ പറഞ്ഞതല്ലേ? വന്നാലും ഇല്ലെങ്കിലും വരാനുള്ളത് വരും. ഓ, എന്തിനുണ്ട് ഒരു ഉത്തരം. അമ്മേ, രമേശ്, go to your bed. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഹൗസിംഗ് സ്കീംകാർ പറഞ്ഞ വീട് നമുക്ക് വാങ്ങിക്കാം. അടുത്ത ഞായറാഴ്ച നമുക്ക് വീട് വരെ ഒന്ന് പോകാം. എഴുന്നേൽക്ക്. ഇനി പറയാനുള്ളൊക്കെ പറഞ്ഞോളൂ. ഇങ്ങനൊരു മനുഷ്യൻ, ഇതെന്തൊരു സ്വഭാവമാണ് ദൈവമേ. എനിക്കൊരു അല്പ സമാധാനമുണ്ടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എല്ലായിടത്തും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് കഴിയുന്നത്? എന്ത് ചെയ്താലും കുറ്റം തന്നെ. വീട് വാങ്ങാമെന്ന് പറഞ്ഞു പോയി. അമ്മയുടെ ചർമ്മവാർഷികമാണ്, വീട് വരെ പോകാമെന്നൊന്ന് ചോദിച്ചും പോയി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഷൈല എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നും പറയരുതെന്ന് ഞാൻ വിലക്കിയിട്ടുമില്ല. പറയേണ്ട സമയത്തേ പറയാവൂ എന്ന് മാത്രം. എല്ലായിടത്തും ഭാര്യയും ഭർത്താക്കന്മാരും ചെയ്യുന്നത് പോലെ എനിക്ക് വയ്യ. ഞാനാണ്. ഞാൻ നിന്നോട് 100% വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ പിറകെയും എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒരു പ്രശ്നവും എനിക്കില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. എന്റെ ജീവനേക്കാൾ വലുത് എനിക്ക് നീയാണ്. അത് കഴിഞ്ഞേ എന്റെ മോൻ കൂടിയുള്ളൂ. പിന്നെ തേനേ പാലേ തങ്കം പൊന്നെ എന്നൊന്ന് വിളിച്ചോണ്ട് നടക്കുന്ന ഉണ്ടാവില്ല. എന്റെ സ്നേഹം എന്റെ മനസ്സിൽ കാണും. പിന്നെ വീടിന്റെ കാര്യം അത് നമുക്ക് ആലോചിക്കാം. പണം ശരിയാകട്ടെ. പിന്നെ വീട്ടിൽ പോകുന്ന കാര്യം നീ വിഷമിക്കരുത്. നീ മോനും കൂടി പോയാൽ മതി. അടുത്ത തവണ ഞാൻ തീർച്ചയായും വരാം. എന്റെ ദൈവമേ, ഈ സ്വഭാവം പകലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ കൂടി വിളിച്ചേനെ. കൈമളെ, മോന്റെ പാന്റും ഷർട്ടും കൊണ്ടുവന്നു. എന്റെ അച്ഛൻ തന്ന പണമല്ലേ, അതിനെന്താ കുറ്റം? എനിക്ക് നിന്റെ അച്ഛന്റെ പണം ആവശ്യമില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് എന്റെ അച്ഛൻ തരുന്ന പണം ഞാൻ വാങ്ങും. ഈ വീട്ടിൽ ആ പണം ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പുച്ഛമാണ്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ തന്നെ പണം കൊണ്ടുപോയി കൊടുക്കണം. എന്റെ കയ്യിൽ പണം ഉണ്ടാവുമ്പോ വീട് വാങ്ങും. അതിനെനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്ക് എന്തിനാ ഇവിടെ കാര്യം? പോണം. നാളെ രാവിലെ തന്നെ പോണം. ഈ പണം മടക്കി ഏൽപ്പിക്കണം. എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല.
അന്വേഷണ സ്കൂളിൽ വിട്ടിട്ട് വരും. ആ വാമനെ വിട്ടേക്ക. ശൈലേ, ശൈലേ, എന്താ? കാറിപ്പോ വരും. വേഗം വീട്ടിൽ പോയി പണം കൊടുത്തിട്ട് വരും. നീ വന്നിട്ടേ ഞാൻ ഓഫീസിൽ പോകും. എന്താ കമളെ? ശൈലേ, ഈ കെട്ടുകഥ വിശ്വസിക്കാൻ ഞാനൊരു വിട്ടിയല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. അതെ അതെ, സത്യം മാത്രം പറയും, ന്യായം മാത്രം പ്രവർത്തിക്കും. നിങ്ങളുടെ ഭാര്യയും ഡ്രൈവർ കൈമളും തമ്മിലുള്ള അടുപ്പത്തിൽ അവർ കാമുകി കാമുകന്മാരായിരുന്നു. അതിലൊരു അമർഷമാണ് ഈ കൃത്യത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അവൾ നല്ലവളായിരുന്നു. ഒരു ബന്ധവും. നിങ്ങൾ ശൈലിയുമായി വഴക്കിടുമായിരുന്നുവെന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ആഭരണങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ കൈമൾ ശൈലിയെ കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ആഭരണം അതേ വീട്ടിൽ വെച്ച് കണ്ടെടുത്തു കഴിഞ്ഞു. മനഃപൂർവ്വം അവളെ കൊന്നിട്ട് കുറ്റം ഡ്രൈവറിൽ ചുമത്തിയാൽ അവൻ കുടുങ്ങുമെന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നും കരുതി അല്ലേ? ശൈലിയുടെ മരണം തികച്ചും കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണെന്ന പ്രോസിക്യൂഷൻ വാദവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു തെളിവുകളും കോടതിക്ക് ബോധ്യമാവുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിലും തെളിവുകൾ ശേഖരിക്കുന്നതിലും തീർത്തും പരാജയമടഞ്ഞിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെയാണ് കേസന്വേഷകർ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പരസ്പര വിരുദ്ധങ്ങളായ സാക്ഷിമൊഴികൾ ചൂണ്ടിക്കാണിക്കുന്നു. കേസന്വേഷണ സംഘം സത്യത്തിൽ നിന്നും ബഹുദൂരം നിൽക്കുന്നുവെന്നും അന്വേഷണം കാടുകയറിയത് മൂലം യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു എന്നുമുള്ള പ്രതിഭാഗം വക്കീലിന്റെ വാദഗതിയോട് കോടതിയും യോജിക്കുന്നു.
നിരുത്തരവാദിത്വവും അലംഭാവവും നിറഞ്ഞ ഈ കേസ് അന്വേഷണത്തിൽ കോടതിക്ക് ഉത്കണ്ഠയുണ്ട്. ഈ കേസിൽ പ്രതി മേൽപ്പറഞ്ഞ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോട്ടലക്ഷ്യത്തിന് എന്നെ ശിക്ഷിക്കുമായിരിക്കും. എങ്കിലും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് സന്തോഷമില്ല. കാരണം ഞാൻ നിരപരാധിയാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടു. മണിക്കൂറിന് 10,000 പ്രതിഫലം വാങ്ങുന്ന പണ്ഡിതന്മാരായ നിയമജ്ഞന്മാരുടെ സേവനമുണ്ടെങ്കിലേ നീതി ലഭിക്കൂ എന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്റെ ഭാര്യ ശൈല കൊല ചെയ്യപ്പെട്ടതാണെന്ന് കോടതിയും സമ്മതിച്ചു. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യവുമായി. എങ്കിൽ കുറ്റവാളി എവിടെ? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ളത് പോലെ തന്നെ പരമപ്രധാനമാണ് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുന്നുള്ളത്. കോടതിക്കിതിൽ എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ വികാരവും ആവേശവും മനസ്സിലാക്കുന്നു. പോലീസ് ഹാജരാക്കുന്നവരെ നിരപരാധികളായി കോടതി വിട്ടയച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ വീണ്ടും തിരയാനും ശിക്ഷിക്കാനും നിയമം വേണം. മൺകുടിലും മണിമന്ദിരത്തിലുമുള്ളവർക്ക് ഒരേപോലെ നീതി ലഭിക്കാൻ ഈ നിയമങ്ങൾ പോരെങ്കിൽ ശതാബ്ദങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയ ചട്ടങ്ങൾ പൊളിച്ചെഴുതിയേ തീരൂ. സമ്പന്ന വർഗത്തിന്റെ ചൊൽപ്പടിക്ക് നിയമം നിന്നാൽ സാധാരണ ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ നിയമം കയ്യിലെടുത്തുന്നു വരും.